Hello everyone, welcome to XandY Learning. നമ്മൾ സ്കൂൾ തുറന്നിട്ട് 1.5 മാസം കഴിഞ്ഞു. എന്നാ ഇപ്പോൾ സ്കൂൾ തുടങ്ങിയത് അല്ലേ? എത്ര പെട്ടെന്നാണ് സ്കൂളിൻ്റെ മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും പോകുന്നത്. സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു എന്നതിലപ്പുറത്ത് എത്ര കാര്യങ്ങൾ നമ്മുടെ തലയിൽ കയറി അല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണിപ്പോൾ അല്ലേ. നമുക്ക് അറിയാം സ്കൂൾ വളരെ പെട്ടെന്ന് അടുത്തൊരു മാർച്ചാകും, നമ്മൾ അടുത്ത നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്ക് പോകുമ്പോൾ എന്ത് കിട്ടി എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മൾ അപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല, വളരെ മുന്നേ തന്നെ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇട്ടു തരാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അത് സെൽഫ് സ്റ്റഡിയിങ്ങിനെ കുറിച്ചാണ്. സ്വയം നമ്മൾ പഠിക്കാനുള്ള ചില കഴിവുകളും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ സ്വാഭാവികമായിട്ടും ടീച്ചർ എന്ത് ചെയ്യും അല്ലേ, രാവിലെ 10 മണിക്ക് വരുന്നു, ഓരോ 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റിൻ്റെ ഓരോ പീരീഡുകളിൽ ഓരോ ടീച്ചേഴ്സ് വരുന്നു. അവർ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാകുന്നു, കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു. ഇങ്ങനെ ഓരോ ദിവസവും അങ്ങനെ കഴിഞ്ഞു പോയത് കൊണ്ട് നമ്മുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ത് ചെയ്യുന്നില്ല, വരാൻ പോകുന്നില്ല. നേരെ മറിച്ച് നമുക്ക് കൃത്യമായ ചില പ്ലാനുകളും കൃത്യമായിട്ടുള്ള സെൽഫ് സ്റ്റഡിയിങ്ങിനുള്ള കാര്യങ്ങളും നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. അത് നമ്മുടെ പഠനത്തിൻ്റെ കാര്യത്തിലും ജീവിതത്തിൽ തന്നെയും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സഹായിക്കും. ഈ സെൽഫ് സ്റ്റഡി കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് നോളജാണ് അല്ലേ. സാധാരണ നമ്മുടെ ടീച്ചർ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ആവറേജ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും ടീച്ചറിന് പഠിപ്പിക്കാൻ സാധിക്കുക. അത്രേ കഴിയുള്ളൂ. സ്കൂളിൻ്റെ ഒരു പഠന നിലവാരം അനുസരിച്ച് അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള അവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അത്രേ ഒരു ടീച്ചർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഈ അറിവിൽ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. നേരെ മറിച്ച് നമ്മൾ സ്വയം പഠനത്തിലൂടെ വളരെ വലിയ വൈഡായിട്ടുള്ള നോളജ് നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കും അല്ലേ. നമ്മുടെ സിലബസിന് പുറത്തുള്ള ഒരുപാട് സോഴ്സസ് എന്ത് ചെയ്യും, നമ്മൾ തേടിപ്പിടിക്കും. അതുവഴി ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരള സിലബസും നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് സിലബസും നിങ്ങൾ വെറുതെ സയൻസോ അല്ലെങ്കിൽ മാത്സോ ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. നമുക്ക് എത്ര കുറച്ചേ പഠിക്കാനുള്ളൂ, അവർക്ക് എത്രത്തോളം പഠിക്കാണ്ട് എത്ര അഡ്വാൻസ്ഡ് ആണ് അവർ എന്നുള്ളത് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോണ കാര്യമാണ്. ഇപ്പോൾ ഞാൻ കെമിസ്ട്രി ഒക്കെ നോക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം അവിടുത്തെ കുട്ടികൾ 8ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ മനോഹരമായിട്ട് പഠിക്കുന്നുണ്ട്. തികച്ചും വ്യത്യസ്തമായൊരു ആംഗിളിലൂടെ അവർ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അവിടുത്തെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ പോയിന്റ്സ് ആണുള്ളത്, അതിലുള്ള എക്സാമ്പിളുകൾ എന്തൊക്കെയാണ്, അതിലുള്ള എക്സ്പെരിമെൻറ്റുകൾ എന്തൊക്കെയാണ്. ഇങ്ങനെ ഒരു വൈഡായിട്ടുള്ള ഏരിയ നമുക്ക് എന്ത് ചെയ്യും, തികച്ചും നമ്മുടെ സിലബസിന് പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് അതിലൂടെ പഠിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള സോഴ്സുകൾ നമുക്കറിയാം. ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഒരു പ്രോബ്ലം ഇല്ല. ഒരു സോഴ്സ് പഠിക്കാനുള്ള അറിവ് അക്വയർ ചെയ്യാനുള്ള ഒരു കാര്യത്തിന് നമുക്ക് ഒരിക്കലും ഒരു കുറവുമില്ല. ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള സോഴ്സുകൾ തേടി പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സെൽഫ് സ്റ്റഡി നല്ല ഭംഗിയാക്കി പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. രണ്ടാമതൊരു കാര്യം, നമ്മുടെ സെൽഫ് സ്റ്റഡിയും കൊണ്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകളെ കണ്ടെത്താൻ സഹായിക്കുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ടോട്ടോ ചാൻ എന്നുള്ള ആ പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ള ഒരു പുസ്തകമാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അല്ലേ? ടോമോ എന്ന് പറയുന്ന സ്കൂളിലെ കൊബായഷി എന്ന് പറയുന്ന ആ ടീച്ചർ നമ്മളെ കുഞ്ഞു ടോട്ടോക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ടോട്ടോ പറയുന്ന ആ ഒരു കഥയിൽ അവിടെ പറയുന്നുണ്ട്, ടോമോ സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്, രാവിലെ എത്തിക്കഴിഞ്ഞാൽ ഓരോ കുട്ടികൾക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ആ ടീച്ചർ എന്ത് ചെയ്യും, ആദ്യം തന്നെ അതിലെ ചോദ്യങ്ങളും പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഫസ്റ്റ് പീരീഡ് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവർ പറയും ഇനി ഇഷ്ടമുള്ളിടത്തുനിന്ന് പഠിച്ചു തുടങ്ങാമെന്ന് ടീച്ചർ പറയും അത്രേ. അപ്പോൾ കുറേ ആൾക്കാർ എന്ത് ചെയ്യും, ഭയങ്കര ചരിത്ര കാര്യങ്ങളിലായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. കുറേ ആൾക്കാർ മാത്സുമായിട്ടായിരിക്കും, പിന്നെ ഈ പറഞ്ഞ നമ്പറുകളുമായിട്ടായിരിക്കും മൽപ്പിടുത്തം ഉണ്ടാവുക. കുറേ ആളുകൾ സയൻസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ അതിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്ത് നോക്കും. അപ്പോൾ അവിടെ ചില പൊട്ടിത്തെറികളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും എന്നൊക്കെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ ഒരിക്കലും ബോറടിയില്ലാതെ ഒരുപാട് സമയം അതുമായിട്ട് എൻഗേജ് ചെയ്യാനും എവിടെയാണ് നമ്മുടെ താല്പര്യമെന്ന് അവിടെയുള്ള ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളെ സ്വയം പഠനത്തിനും അതുവഴി നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ആ ടോട്ടോ ചാനലിലൂടെ കഥയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഏത് സമയത്തും നമ്മുടെ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കി അതിൽ ഇടപെടുന്ന ഒരു അധ്യാപകനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ
ടീച്ചർ അടുത്ത് പോയിക്കാണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ച് അതിലുള്ള അറിവുകൾ നേടാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അതൊക്കെയാണ് ഈ പറഞ്ഞ സ്വയം പഠനത്തിലൂടെ നമുക്ക് നമ്മുടെ കഴിവുകളെ നേടിയെടുക്കാനുള്ള ഒരു സാധ്യതയായിട്ട് നമുക്ക് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ടോട്ടോ ചാനൽ പുസ്തകം അല്ലേ, ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽപ്പെട്ട ഒന്നാണ്. തീർച്ചയായിട്ടും ഒന്ന് വായിച്ചു നോക്കുക. പഠനത്തിലുള്ള നമ്മൾ വരുത്തേണ്ട ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടും. ജസ്റ്റ് നിങ്ങളോട് വായിക്കാൻ വേണ്ടി ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത് പരന്ന വായനയാണ് സെൽഫ് സ്റ്റഡിയിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത് അല്ലേ. ഈ പറഞ്ഞ രൂപത്തിൽ നമുക്കറിയാം നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കൂടി ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് പരന്ന വായനയും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും നന്നായിട്ട് വായിക്കുന്ന ആളുകളായിരിക്കും. കാരണം എന്തേ, ആ വായനയിലൂടെ അവർക്ക് ഒരുപാട് അവരുടെ വെക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനും അതുവഴി നല്ല സാഹിത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആളുകളോട് സംവദിക്കാനും സാധിക്കുന്നു എന്നുള്ളത് കൂടിയും ഈ സെൽഫ് സ്റ്റഡിയിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സെൽഫ് സ്റ്റഡിയിങ്ങിൻ്റെ ഗുണങ്ങളായിട്ടുള്ളത്. എന്നാൽ സെൽഫ് സ്റ്റഡിയിങ് കൊണ്ട് ചില പ്രോബ്ലങ്ങളും ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ അപ്പുറത്ത് നമുക്ക് കിട്ടേണ്ട പല ബേസിക് നോളജ് എന്ത് ചെയ്യും, അവിടെ പിന്നെ പോയി പോകുന്നുണ്ടാകും അല്ലേ. സയൻസിൽ മാത്രം ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അയാൾ സോഷ്യൽ സയൻസിനെയും ലാംഗ്വേജിനെയും ഒക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയാളുടെ പഠനത്തെയും മാർക്കിനെയും ഒക്കെ നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫോൾസ് ആയിട്ടുള്ള റിസോഴ്സുകളെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ അതും നമ്മളെ ഈ പറഞ്ഞ കരിയറിനെയും നമ്മുടെ പഠനത്തെയും ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ സെൽഫ് സ്റ്റഡി നടക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സോഴ്സിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം സെൽഫ് സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ വെറും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും മാത്രമാണ് പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അത് നമ്മുടെ പഠനത്തെയും നമ്മുടെ കോൺസെൻട്രേഷനെയും ഒക്കെ അല്ലേ, ഫോണിലിങ്ങനെ നമ്മൾ നന്നായിട്ട് പഠിക്കണമെന്ന് വിചാരിച്ചിരുന്നാൽ പോലും അപ്പുറത്ത് ഒരു ഫേസ്ബുക്കിലെയോ ഇൻസ്റ്റഗ്രാമിൻ്റെയോ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് പോയി അവസാനം നമ്മൾ പഠിക്കാൻ ആണോ ഇരുന്നത് എന്ന് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥ പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷനെ ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു രൂപത്തിലാവരുത് സെൽഫ് സ്റ്റഡിയിങ് എന്നുള്ളത്. അത് നമുക്ക് ഇൻ്റർനെറ്റ് ആണെങ്കിലും ഫോണാണെങ്കിലും ഒക്കെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. ലൈബ്രറികളെ ഉപയോഗപ്പെടുത്താം, നമ്മുടെ ടീച്ചേഴ്സിനെ ഉപയോഗപ്പെടുത്താം. അങ്ങനെ വൈഡായിട്ടുള്ള ഒരു ഏരിയയിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സെൽഫ് സ്റ്റഡിയിങ് എന്നുള്ളത് അവിടെ നമ്മുടെ ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ കൂടി അത് ഉപയോഗപ്രദമാക്കാം. ആ രൂപത്തിൽ നമ്മുടെ പഠനത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ എന്താകണമെന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ സ്വയം പഠനത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുക. സോ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്